ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ ജോത്സ്യം പറഞ്ഞ ആ പെൺകുട്ടി അത് ദൈവനിയോഗമുള്ള ആരോ ആണ്. ആ ലക്ഷ്മിയെ കൺമുമ്പിൽ എത്തിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരാളുണ്ടെന്നറിഞ്ഞ നിമിഷം മുതൽ പ്രാർത്ഥനയാണ് തിരുമേനി. പക്ഷേ ഇപ്പോ എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ പോണ്ട നവീൻ, കുറച്ച് സമയം കൂടി എന്റെ അടുത്തിരിക്ക്. അതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ വരാം. എന്നിട്ട് പിന്നെ വേണമെങ്കിലേ എല്ലാരെയും വീട്ടിൽ പറഞ്ഞയച്ചിട്ട് ഞാൻ കൂടെ ഇരിക്കാം. സത്യാണോ? പിന്നെന്താ, അല്ലെങ്കിലും ഞാനല്ലേ കാത്തു സൂക്ഷിക്കേണ്ടത്. ഓക്കെ, എന്ന് ഞാൻ ഇറങ്ങട്ടെ. നവീന് വിശ്വാസമില്ലാന്ന് പറഞ്ഞത് കേട്ടില്ലേ? വിശ്വാസമില്ലാത്തവരെ ഒരു ശാപവും ബാധിക്കില്ല. ആ കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുന്ന പെൺകുട്ടികൾ അധികകാലം ജീവിക്കില്ല. നവീനിൽ നിന്നും ഗാഥയെ പറിച്ചു മാറ്റുന്ന അത്ര എളുപ്പമല്ല. നവീന്റെ മുന്നിൽ വെച്ച് കളരിക്കൽക്കാരുടെ സർപ്പശാപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ അയാൾക്കതിലൊന്നും വിശ്വാസമില്ല. നവീൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഗാഥയും ഹാപ്പിയാണ്. അപ്പോ ഇനി എന്താ മാം ഉദ്ദേശിക്കുന്നത്? ഗാഥ ഈ ശാപകഥ വിശ്വസിക്കണം. കൺമുന്നിൽ വന്നു എന്നും തെളിവായിട്ട് അവൾ എടുക്കുന്നില്ലെങ്കിൽ അവൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള തെളിവുകൾ നമ്മൾ ഉണ്ടാക്കണം. എന്നുവെച്ചാ നമ്മൾ നല്ലതിനു വേണ്ടിയല്ലേ സിനി ചെയ്യുന്നേ. നവീൻ ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. നവീനുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് മുമ്പ് ഗാഥയുടെ മുമ്പിൽ ഒരു നാഗം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ വിവാഹ നിശ്ചയത്തിന് ശേഷം സ്വപ്നത്തിലും നേരിട്ടും ഒക്കെ ആയിട്ട് എത്ര തവണയാ വന്നത്? നമ്മളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? ദൈവം കാണിച്ചു തന്ന സൂചനകൾ അനുസരിക്കാനായിട്ട് ബാധ്യതപ്പെട്ടവരല്ലേ? ഇത്രയൊക്കെ കാണിച്ചു തന്നിട്ടും നിങ്ങൾക്കത് മനസ്സിലായില്ലെന്ന് ചോദിച്ചാ വിഡ്ഢികളെ പോലെ നിൽക്കാനോ? സിനി, നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഗാഥയെ വിശ്വസിപ്പിക്കാനുള്ള മാർഗം നമുക്ക് അവിടുന്ന് കിട്ടും. എവിടെയാ മാം? പറയാം. ഇനിയുള്ള മാർഗങ്ങൾ ചിലപ്പോ വിചിത്രമായിട്ട് തോന്നാം, പക്ഷെ ചെയ്തേ പറ്റൂ. നന്ദ, ആ, നവീൻ വിളിച്ചോ നിന്നെ? ഇല്ലല്ലോ. ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞില്ല. എല്ലാം വളരെ വിചിത്രമായിട്ട് തോന്നുന്നു അമ്മേ. വിവാഹ തീയതി നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് ഗാഥമോള് ആരോടും പറയാതെ ഇറങ്ങി പോവുക. ആ പോകുന്ന വഴിക്ക് ഒരു അപകടം ഉണ്ടാവുക. എത്ര ആലോചിച്ചിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. തീയ എന്റെ മനസ്സില്. ഇതിപ്പോ എത്രാമത്തെ തവണയാ? എന്തൊക്കെ സൂചനകളാ? അമ്മേ, ഇനിയിപ്പോ ശാപം അവസാനിക്കട്ടെ. അതുവരെ കാക്കാനൊന്നും കുട്ടികളോട് പറയാൻ പറ്റില്ല. പരിഹാരം തന്നെയുള്ളൂ മാർഗം. ശ്രമിക്കാഞ്ഞിട്ടാണോ നന്ദ? അതും പാതി വഴിക്ക് വെച്ച് അവസാനിക്കുകയല്ലേ? ഒരേ ഒരു പ്രതീക്ഷ ആ ജോത്സ്യനെന്ന് പറഞ്ഞ പെൺകുട്ടിയാ. സർപ്പയോഗം ഉണ്ടെന്ന് പറഞ്ഞ
രക്ഷകയാണെന്ന് പറഞ്ഞ പെൺകുട്ടിയെക്കുറിച്ച്. ആ പെൺകുട്ടി ആരാണെന്ന് പോലും നിശ്ചയമില്ല. ദൈവം തീരുമാനിച്ചത് അതാണെങ്കിൽ ഇനിയും നമ്മുടെ പ്രതിസന്ധികളിൽ ആ കുട്ടി വരും. നവീനെ വിളിക്കട്ടെ. ഹലോ മുത്തശ്ശി, എങ്ങനുണ്ട് ഗാഥയ്ക്ക്? കുറച്ച് പരിക്കൊക്കെ ഉണ്ട്. പെട്ടെന്ന് അപകടം ഉണ്ടായപ്പോഴേ തല സ്റ്റിയറിംഗിലടിച്ചു. അപകട കാരണം എന്താണെന്ന് ഗാഥമോള് പറഞ്ഞോ? അപകടത്തിന്റെ കാരണം സ്പീഡ് തന്നെയാ. പിന്നെ കൺമുന്നിൽ ഒരു സർപ്പത്തെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോ അപകടം ഉണ്ടായി കഴിഞ്ഞാലേ എല്ലാവരും അതിനൊരു കാരണം ഉണ്ടാക്കുമല്ലോ. ചിലപ്പോ അതുപോലെ ആയിരിക്കും. നീ ഇങ്ങ് എത്താറായോ? ഇല്ല മുത്തശ്ശി, ഞാൻ വൈകും. എനിക്ക് മീറ്റിങ്ങുകളുണ്ട്. അവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ഇല്ല, എല്ലാം കഴിഞ്ഞിട്ട് വന്നാ മതി. എന്നാ ശരി മുത്തശ്ശി. നന്ദ, ഗാഥ നാഗത്തെ കണ്ടു എന്നുള്ളത് സത്യം. വഴിമുടക്കിയത് ഒരു നാഗമാണെങ്കില് അത് ശാപത്തിന്റെ കാഠിന്യം തന്നെയാ, സംശയം വേണ്ട. ഉടനെ തന്നെ ഒരു പൂജാരിയെ കാണണമേ. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഗാതമോളുടെ ജീവന് തന്നെ ആപത്തുണ്ടാവും. ശരിയാ. പൂജാരിയെ ഞാനൊന്ന് കാണട്ടെ. ശാപം നവീന്റെ വധുവായി വരുന്ന പെൺകുട്ടിയുടെ പിന്നാലെ തന്നെ ഉണ്ട്. നാഗപ്രീതിക്കായി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് തൽക്കാലം അത് വേണമെന്നില്ല. പക്ഷേ ആ പെൺകുട്ടിക്ക് എന്തോ സമയദോഷമുണ്ട്. ആ കാര്യത്തിൽ സംശയമില്ല. ആ കുട്ടി ഇപ്പൊ എവിടെയാ? ആശുപത്രി തന്നെയാ. ഈ മന്ത്രിച്ചെടുക്കണ ചരട് ആ കുട്ടിയുടെ കൈ തന്നെ കെട്ടിക്കൊടുക്കണം. ഇനി ഒന്നും വരാതെ നോക്കാൻ ഈ ചരടിന് പറ്റും. പിന്നെ ജോത്സ്യം പറഞ്ഞ ആ പെൺകുട്ടി അത് ദൈവനിയോഗമുള്ള ആരോ ആണ്. ആ ലക്ഷ്മിയെ കൺമുമ്പിൽ എത്തിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരാളുണ്ടെന്നറിഞ്ഞ നിമിഷം മുതൽ പ്രാർത്ഥനയാണ് തിരുമേനി. പക്ഷേ കണ്ടെടുക്കാൻ പറ്റുന്നില്ല അല്ലേ? വൈകാതെ കണ്ടെത്തും. സമാധാനിച്ചോളൂ. എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ കയ്യില് ഈ ചരട് കെട്ടിയേ പറ്റൂ.